ഇത് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 കപ്പ് പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് അടച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതെവിടെ ഇതുപോലെ ഒരു ബൗളിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടി ചെറിയൊരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ശർക്കരയൊന്നും ചീകി എടുത്തത് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇപ്പം ഞാൻ ഇതുപോലൊരു ബൗളിൽ നെയ്യും തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൗളിൻ്റെ പകുതി മാവ് നമുക്ക് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് കൈകൊണ്ടൊന്ന് ഉരുട്ടി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം നമ്മളിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം ഈ തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് ആവിയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിത് ഇളക്കി സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റവയും ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.